നമസ്കാരം, ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല കാറ്റാണ് കേട്ടോ. ഇപ്പം ഞാൻ ആയുഷ് മീഡിയയിൽ അധികം വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല. മറ്റൊന്നുമല്ല, എൻ്റെ നാടായ പത്തനംതിട്ടയിൽ ഇപ്പം നല്ല മഴയും കാറ്റൊക്കെ ഉള്ള ടൈമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്താലും ഈ മഴയത്തൊന്നും അന്ന് ശരിയാകാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ അല്പം സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. കാലാവസ്ഥ ഇങ്ങനെ ആണെങ്കിലും ഈ മഴക്കാലത്ത് നമ്മുടെ മണ്ണ് നമുക്ക് വേണ്ടി ചില ഗിഫ്റ്റൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം, എന്താ സംഭവം. ഇതേ ഈ കാണുന്നതൊക്കെയാണ് ഞാൻ പറഞ്ഞ ഗിഫ്റ്റ്. ഇതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന അരീക്കൂണെന്നാണ്. ഈ കൂണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് വലിപ്പമാകുന്നതല്ല, കണ്ടില്ലേ? ഇതാണ് കൂണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുമ്പോൾ ഈ ലൊക്കേഷൻ മൊത്തത്തിൽ അത് നിറഞ്ഞ് ഒരുപാട് അങ്ങ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ അരീക്കൂണെന്ന് പറയുന്നത്. മറ്റു പല നാട്ടിലും മറ്റു പല പേരിലേക്കാണ് അറിയപ്പെടുന്നത്. ഭയങ്കര ടേസ്റ്റുള്ളത്, നല്ല അപാര ടേസ്റ്റാണത്. സാധാരണ നമ്മൾ ഈ വലിയ കൂണൊക്കെ കിട്ടുന്നില്ല, അതിനേക്കാളും ടേസ്റ്റാണ് ഇത്. നമ്മുടെ വീട്ടിൽ രണ്ട് വിധത്തിലാണ് സാധാരണ ഇത് ഉപയോഗിക്കുന്നത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ ഇട്ടിട്ട്, അതായത് നമ്മുടെ ഈ ഗരം മസാലയൊക്കെ ഇട്ടിട്ട് ഒരു ഒഴിച്ചുകറി പോലെ അങ്ങനെ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ നമുക്ക് പച്ചക്കുരുമുളകൊക്കെ അരച്ചിട്ട് തോരൻ പോലെ വെക്കാം. എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. പക്ഷേ അത് എല്ലായിടത്തും എല്ലാ സീസണിലും കിട്ടത്തില്ല, എല്ലാ സ്ഥലത്തും കിട്ടത്തില്ല. ഇന്ന് കിട്ടിയതെല്ലാം കൂടെ ഞങ്ങളൊന്ന് കളക്ട് ചെയ്തിട്ട് ഞാൻ ഇത് വെച്ചിട്ട് തോരൻ, അത് അടുക്കള ചെന്നിട്ട് ആലോചിക്കുക എന്ത് ചെയ്യണമെന്ന്. എന്തായാലും ഞാൻ ഇതെടുക്കാൻ പോവുകയാണ്. പിന്നെ ഉണ്ടാകുന്നു ഇവിടെ എല്ലാം. മുമ്പേ കുഞ്ഞതായിരുന്നു, അത് പെട്ടെന്ന് കയറി വലുതായി. അവനെ കാണി. ഒന്നുകൂടെ വലുതായി ഇല്ലയോ? നമ്മൾ ഈ കൂണ് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ മണ്ണുള്ള ഭാഗം, അതായത് മണ്ണോട് ചേർന്ന് നിന്ന് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത്. മാറ്റിയതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് വരെ ഇത് പ്രസ് ചെയ്യല്ല, കാരണം ഇത് ഭയങ്കര നൈസാണ്. നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ തണ്ടെല്ലാം കൂടെ ഒടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് അതിനെ നോവിക്കാത്ത വിധത്തിൽ ഒന്ന് ഇളക്കിയിട്ട് ആ മണ്ണ്, ബാക്കിയുള്ള മണ്ണൂടെ ഒന്ന് കളയണം. നമ്മൾ കഴുകുമ്പോൾ 2-3 തവണയെങ്കിലും ഇങ്ങനെ ഇട്ടൊന്ന് കഴുകണം. നമ്മൾ ആദ്യമേ തന്നെ ആ മണ്ണുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ട് അധികം മണ്ണൊന്നും കാണത്തില്ല, എന്നാലും നമ്മളൊന്ന് കഴുകിയേക്കണം. നമ്മൾ ഈ കൂണൊന്നും കഴിച്ച് ശീലമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ അല്പം മഞ്ഞൾപ്പൊടി എടുത്ത് വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളത്തിൽ ഈ കൂണ് ഒരു 1/2 മണിക്കൂർ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. പക്ഷെ ഞങ്ങൾ സ്ഥിരം കഴിക്കുന്നതായതുകൊണ്ട് ഇത് ഈ ടൈപ്പ് കൂണ് തന്നെയല്ല, ഈ മഴത്തണ്ടെന്ന് പറയുന്നത്, അതേപോലെ വലിയ കൂണില്ലേ, അതൊക്കെ ഞങ്ങൾക്ക് സ്ഥിരം കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുന്നില്ല. അപ്പം ഞാനിവിടെ ഒരു സ്പെഷ്യൽ തോരൻ വെക്കാൻ പോവുകയാണ്. അതിനെന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് നോക്കാം. ആദ്യമേ വേണ്ടതെന്ന് വെച്ചാൽ ഒരു സവാള എടുത്ത് ചെറുതായിട്ട് നുറുക്കുകയാണ്. പിന്നെ വേണ്ടുന്നത് 2 തണ്ട് പച്ച കുരുമുളകാണ്. പിന്നെ 7-8 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 4-5 പച്ചമുളക്, കറിവേപ്പില, തേങ്ങ. പിന്നെ വേണ്ടത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കടുക്, അത് നമ്മൾ ആദ്യം ഒന്ന് താളിക്കാൻ വേണ്ടിയാണ്, വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അത് നമ്മുടെ പാകത്തിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ പാചകത്തിൻ്റെ ആദ്യ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരകല്ലി വെച്ചിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, അതേപോലെ പച്ചക്കുരുമുളക്, ഇത് മൂന്നും കൂടെ ഒന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്.
ഇങ്ങനെ ചതയ്ക്കുമ്പം ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചതഞ്ഞ്, അതായത് അല്പം ഒരു കടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ, ആ ഒരു ഇതുണ്ടല്ലോ നമ്മൾ ഈ ഫുഡിനകത്തൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് കടിക്കുന്ന ആ ഒരു ടൈപ്പിൽ ഇട്ടാൽ മതി. ഒരുപാട് നമ്മളങ്ങ് പേസ്റ്റ് ആക്കണ്ട, കാരണം അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാനിങ്ങനെ ചതച്ചത് ഒരു പാളയുടെ പീസ് ഒഴിച്ച്, അതായത് കവുങ്ങിൻ്റെ പാളയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ കിട്ടുന്നത്, അത് വെച്ചിട്ട് ഞാൻ അരകല്ലിൽ നിന്ന് വടിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ സ്റ്റൗവിലെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അത് കത്തിക്കുകയാണ്. ഫ്രൈ പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ആദ്യമേ ഇടുന്നത് കടുകാണ്. അധികം വേണ്ട, ഒരു ചെറിയ സ്പൂണിൽ അല്പം കടുക് ഇട്ടതിന് ശേഷം ആ കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ആദ്യം നമ്മൾ ഇടുക എന്ന് പറയുമ്പോൾ സവാളയാണ് ഇടുന്നത്. അതിലേക്ക് തന്നെ അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയാണ്. ഈ സമയത്ത് സ്റ്റൗ നമ്മൾ അതിൻ്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഈ ഫ്രൈ പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനധികം ഫ്ലെയിമിൻ്റെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ആവശ്യത്തിന് ചൂട് അത് അബ്സോർവ് ചെയ്തോളും. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതൊരു ഹാഫ് ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഇതിലേക്ക് പച്ചക്കുരുമുളക്, ഈ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ച ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഈ ഫ്രൈ പാനിൻ്റെ അടിയിൽ ഇത് പിടിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വെളുത്തുള്ളി ചെറിയൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഈ മഞ്ഞൾപ്പൊടി എന്ന് വെച്ചാൽ കൂണിനൊക്കെ നല്ലതാണ്, കാരണം അതിലെന്തെങ്കിലും വിഷാംശം അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല, എങ്കിൽ പോലും അതിനെയൊക്കെ മാറ്റാൻ വേണ്ടി ഈ മഞ്ഞൾപ്പൊടിക്ക് ഒരുപാട് കഴിവുണ്ട്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ സമയത്തൊക്കെ ആണെങ്കിൽ ഫ്ലെയിം ഒരു മീഡിയത്തിനും താഴെ മതി, കാരണം ജസ്റ്റ് എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ അധികം ചൂടിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് തിരുമ്മി വെച്ച തേങ്ങ ഇടുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ തേങ്ങാപ്പീര ഇട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് അങ്ങ് റോസ്റ്റ് പോലെ ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അതിലെല്ലാം ഒന്ന് എണ്ണ പിടിക്കുന്ന വിധത്തിൽ, എണ്ണയും മസാലയൊക്കെ അതിലൊന്ന് പിടിക്കുന്ന വിധത്തിൽ, തേങ്ങാപ്പീരയിൽ ഒന്ന് പിടിക്കുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിന് ശേഷം ഇതിലേക്ക് അല്പം വെള്ളം, ഒരുപാട് വെള്ളത്തിന് ആവശ്യമില്ല, കാരണം ഈ കൂണെ തന്നെ ഇവിടെ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും. മസാല എല്ലായിടത്തും ഒന്ന് എത്താൻ വേണ്ടിയാണ്, കൂണയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് സ്റ്റാർട്ടിങ്ങിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അധികം വേണ്ട, അല്പം. ഇനി ഇതിൽ ആ വെള്ളം തിളച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കൂണിടാം. കൂണിട്ടതിന് ശേഷം നമ്മളെല്ലാം ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കുക എന്ന് പറയുമ്പം ഈ കൂണ് പൊടിഞ്ഞു പോകാത്ത വിധത്തിൽ വേണം ഇളക്കാൻ. ഈ സമയത്ത് നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമില്ല, ഉപ്പ് ലാസ്റ്റ് ഇട്ടാൽ മതി. എന്താ വെച്ചാൽ ഇത് ചൂടാക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഈ കൂണിലെ പോഷകങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഉപ്പിടാത്തത്. അപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ എടുത്തു വെച്ച കറിവേപ്പില വെച്ചിട്ട് ആ തണ്ടോടെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചേക്കുക. എന്നിട്ട് ഏറ്റവും കുറഞ്ഞ് ആ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കുക. ഈ കൂണിന് അധികം വേവില്ല, പെട്ടെന്ന് വേകുന്നതാണ്, അതുകൊണ്ടാണ് നമ്മൾ ഒരു 5 മിനിറ്റ് അങ്ങനെ അടച്ചു വെച്ച് വേവിച്ചാൽ മതി. 5 മിനിറ്റിന് ശേഷം നമ്മൾ ആ അടപ്പ് മാറ്റിയിട്ട് ആ മസാലയ്ക്ക് എല്ലായിടത്തും ഒന്ന് പിടിക്കുന്ന വിധത്തിൽ വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പം കൂണിൻ്റെ വേവ് ഏതാണ്ട് പകുതിയായി കാണും, കാരണം ഈ കൂണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേകുന്നതാണ്. ഇപ്പം തന്നെ നമ്മുടെ ആ കുരുമുളകിൻ്റെയും ആ വെളുത്തുള്ളിയുടെയൊക്കെ ആ സ്മെല്ല് ഇങ്ങനെ വെളിയിലോട്ട് വന്നു തുടങ്ങുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചൈനീസ് ഫുഡ് ആ ഒരു സ്മെല്ലാണ് ഇപ്പോൾ ഇതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ഒരു കണക്കുണ്ടല്ലോ, നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ആദ്യം തന്നെ ഒന്നിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിലെ വെള്ളമൊക്കെ പറ്റിക്കഴിയുമ്പം ഈ കൂണിൻ്റെ അളവ് ഏതാണ്ട് പകുതിയായിട്ടാകും. എന്നിട്ട് വീണ്ടും എല്ലായിടത്തും ആ ഉപ്പ് ചെല്ലുന്ന വിധത്തിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതേ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു കഷ്ടിച്ച് ഒരു 10 മിനിറ്റ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം പറ്റിക്കോളും. പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് റെഡി ആയിക്കോളും. ഇപ്പോൾ നമ്മുടെ വെള്ളം കംപ്ലീറ്റ് പറ്റിയിട്ടുണ്ട്.
ഇപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇത്. ശരിക്കും ഇതിലെ വെള്ളമൊക്കെ പറ്റിയതിന് ശേഷം നമ്മൾ ഇത് നമ്മുടെ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഫ്രൈ പാനിൽ നിന്ന്. അപ്പം നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പച്ചക്കുരുമുളക് ചേർത്ത നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള അരീക്കൂൺ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കൂൺ തോരൻ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഉപ്പും എരിവൊക്കെ പാകത്തിനാണ്. കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. നല്ലതാട്ടോ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ, നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ കൂൺ എല്ലായിടത്തും ഒന്നും കിട്ടത്തില്ല, കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ. അപാടെ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, ഞാൻ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുന്നതാണ്. കാരണം ഞാൻ ഗൾഫിലും 5 കൊല്ലം ഗൾഫിലും 5 കൊല്ലം ബോംബെയിലൊക്കെ ഇരുന്നപ്പോൾ തന്നെത്താനൊക്കെ കുക്ക് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ ഉപ്പൊക്കെ പാകത്തിനേ ഇട്ടുള്ളൂ എനിക്ക്, എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റാണ്.